ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഭൂഗർഭ ജലസ്രോതസ്സുകളെ ആശ്രയിക്കുന്ന തീരദേശ മേഖലയിലെ കുടിവെള്ളത്തിലും മാലിന്യം കലരുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കുടിവെള്ളം തിളപ്പിച്ചാറ്റിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാനായി ജല അതോറിറ്റിയും CWRDMഉം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊതുജനം ഇത് പ്രയോജനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കുടുംബശ്രീ ME എക്സ്പോ തുടങ്ങി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം. മുഖ്യമന്ത്രിയുടെ മദ്യനയ പ്രഖ്യാപനം വാക്കുകളിൽ ഒതുങ്ങരുതെന്ന് MES യൂത്ത് വിംഗ്. 418 ബാറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പുതിയവ തുടങ്ങുന്നതിനുമെതിരെ സമരം ശക്തമാക്കും. വാർത്തകൾ വിശദമായി. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന്റെ ഭാഗമായി ടാഗോറിൽ സെമിനാറും നടക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ CDSകളുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 28, 29 തീയതികളിലാണ് കോഴിക്കോട് ടാഗോർ സെൻട്രൽ ഹാളിൽ വെച്ച് മൈക്രോ എന്റർപ്രൈസസ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭക ശേഷി വർദ്ധിപ്പിച്ച് മൈക്രോ സംരംഭങ്ങൾ ആരംഭിച്ച് സാമ്പത്തിക ശാക്തീകരണ ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന എക്സ്പോയിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുമായി നിരവധി സംരംഭകർ അണിനിരക്കുന്നുണ്ട്. പരിപാടികളുടെ ഭാഗമായി കുടുംബശ്രീ സംരംഭങ്ങളും സാധ്യതകളും സ്ത്രീ ശാക്തീകരണം കുടുംബശ്രീയിലൂടെ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രൊഫസർ AK പ്രേമജം അധ്യക്ഷം വഹിച്ച ചടങ്ങ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണെന്ന് മന്ത്രി MK മുനീർ പറഞ്ഞു. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുമ്പോൾ പുരുഷാധിപത്യത്തിന് തടയിടാനും മദ്യപാനം പോലുള്ള സാമൂഹിക വിപത്തിൽ നിന്നും രക്ഷ നേടാനാകുമെന്നും ഇതിന് സഹായകമായ കുടുംബശ്രീ പ്രസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ളതാണ്. സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുമ്പോൾ മാത്രമാണ് പുരുഷാധിപത്യത്തിനെ നമുക്ക് തടയിടാനും പലയിടങ്ങളിലും മദ്യപാനം വരെ കുറച്ചു കൊണ്ടുവരാൻ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു എന്നുള്ളതാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ, CDS മെമ്പർ സെക്രട്ടറി MV റംസി ഇസ്മായിൽ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അനിത രാജൻ, മരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മോഹനൻ, നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ T രജനി, നികുതി അപ്പീൽ കാര്യം സ്ഥിരം സമിതി ചെയർമാൻ T മൊയ്തീൻ കോയ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MT പത്മ, K മുഹമ്മദ് അലി, PK അസീസ്, PP ഷീജ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ സംരംഭങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിലുള്ള സെമിനാർ കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ വാർഷിക സമ്മേളനം അഴകൊടി ദേവി മന്ദിരത്തിൽ വെച്ച് നടക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V ഗംഗാധരൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിൽ പെൻഷൻകാർ നിസ്തുലമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേസമയം തന്നെ ദീർഘകാലമായി സംഘടന കേരള സർക്കാരിന് മുൻപാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെൻഷൻകാർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സമ്പ്രദായങ്ങളും പെൻഷൻകാർക്ക് ക്ഷേമനിധി അടക്കമുള്ള പ്രശ്നങ്ങളിലും ഇനിയും യാതൊരു പരിഹാരവുമായിട്ടില്ല. ഇതടക്കമുള്ള പ്രധാന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടന സമരരംഗത്താണ്. കൂടാതെ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം കേരളത്തിൽ 31/3/2013 അവസാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ പുതിയ പെൻഷൻ സമ്പ്രദായം നടപ്പിലാക്കിയതായി സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ സാഹചര്യത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സംഘടന സമരരംഗത്തുണ്ട്. 28-29 തീയതികളിലായാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ 22ാം വാർഷിക സമ്മേളനം നടക്കുന്നത്. കോഴിക്കോട് അഴകൊടി ദേവി മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. സമരം ചെയ്യാതെ പ്രക്ഷോഭം നടത്താതെ നിങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അനുവദിക്കുകയാണ് വേണ്ടതെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു സമരത്തിൽ നിങ്ങളുടെ പ്രായം വെച്ചുകൊണ്ട് ഒരിക്കലും അതിലെത്തിക്കരുത്, വലിച്ചെടുക്കരുത്. സംസ്ഥാന സർക്കാർ ആര് ഭരിച്ചാൽ നിങ്ങളോട് കാണിക്കേണ്ടുന്ന മുന്തിയ പരിഗണന നിർബന്ധമായി കാണിക്കണം എന്ന പക്ഷക്കാരനാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് V ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. K ചന്ദ്രൻ മാസ്റ്റർ, TV ബാലൻ, മുക്കം മുഹമ്മദ്, A ഗംഗാധരൻ നായർ, K അച്യുതൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ J പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PR നാഥൻ, PK ഗോപാലൻ മാസ്റ്റർ, KP തോമസ്, MP അസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വനിതാ സമ്മേളനവും സംയുക്ത കൗൺസിൽ യോഗവും ചേർന്നു. K സുലോചന, P സൗദാമിനി, MT പത്മ, മഞ്ജു ചന്ദ്രൻ, KC ശോഭിത, KM പ്രസന്ന, CP മുകുന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുഖ്യമന്ത്രിയുടെ മദ്യനയ പ്രഖ്യാപനം വാക്കുകളിൽ ഒതുങ്ങരുതെന്ന് MES യൂത്ത് വിംഗ് ആവശ്യപ്പെട്ടു. എക്സൈസ് മന്ത്രി ഇക്കാര്യത്തിൽ പുലർത്തിയ മൗനവും സാങ്കേതിക പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ചതും MES ആശങ്കയോടെയാണ് കാണുന്നതെന്നും ഡോക്ടർ ഫസൽ ഗഫൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന MES ഗോൾഡൻ ജൂബിലി പ്രഖ്യാപന യോഗത്തിലാണ് മദ്യത്തിൽ നിന്നുള്ള റവന്യൂ വരുമാനം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇത് വാക്കുകളിൽ ഒതുക്കാതെ നടപ്പിൽ വരുത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് MES യൂത്ത് വിംഗ് ആവശ്യപ്പെട്ടു. ഇതിനായി സർക്കാർ വ്യക്തമായ മാർഗരേഖ ഉണ്ടാക്കണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം എക്സൈസ് വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിച്ചതും ബാറുകൾക്ക് ലൈസൻസ് തടയുന്നതിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൂചിപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി പ്രതികരിച്ചതും ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. നിശ്ചയദാർഢ്യമുള്ളവർ അധികാരത്തിലുണ്ടെങ്കിൽ മദ്യനിരോധനം സാധ്യമാകും. കേരളത്തിൽ ബാർ കൾച്ചർ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് മദ്യം കാരണമാകുന്നതിനാൽ 418 ബാറുകൾക്ക് യാതൊരു കാരണവശാലും പ്രവർത്തനാനുമതി നൽകാനും പുതിയത് ഇറക്കാനും അനുവദിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. ഇതിനെതിരെയുള്ള സമരം ശക്തമാക്കും. ഇതിന്റെ ഭാഗമായി മെയ് 2-ന് 10 ജില്ലാ കേന്ദ്രങ്ങളിൽ MES യുവജന വിഭാഗം ധർണകൾ സംഘടിപ്പിക്കും. കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ റോഡിൽ നടക്കുന്ന ധർണാ സമരം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടും വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് നടപ്പിലാക്കിയ സർഗവസന്തം കഥാ ക്യാമ്പ് സമാപിച്ചു. MK രാഘവൻ MP സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ സർക്കാർ സ്വയംഭരണ സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടും പങ്കാളിത്തത്തോടും കൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചാണ് അതിവിപുലമായ രീതിയിൽ സഹവാസ ക്യാമ്പുകൾ സർഗവസന്തം 2014 സംഘടിപ്പിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് നടന്ന കഥാ ക്യാമ്പ് സമാപിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന യോഗം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രീകരണത്തിന് പകരം വികേന്ദ്രീകരണം ഉണ്ടാകും. ഒരുപാട് പുതിയ കുരുന്നുകളെ കുറെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്താൻ സാധിക്കും. കുറെ കൂടി വിവരപ്പെടുത്താനുള്ള ഒരു തീരുമാനം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കണമെന്ന് മാത്രമല്ല, അതനുസരിച്ച് വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുമ്പോൾ തന്നെ അതിൽ കണ്ടെത്താൻ കഴിയുന്ന മിടുക്കളായിട്ടുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചില സമ്മാനങ്ങൾ കൂടി ഏർപ്പെടുത്തണമെന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രോത്സാഹനം തന്നെയാണ് പ്രധാനപ്പെട്ടത്. പ്രതാപൻ തായാട്ട്, ഡോക്ടർ സതീഷ് കുമാർ കറ്റോട്, ഷർഫുനിസ PV, PK പാറക്കടവ്, UK കുമാരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നാടകം, കഥ, കവിത, ചിത്രരചന, പരിസ്ഥിതി, ചലച്ചിത്രം, മാധ്യമം എന്നീ വിഷയങ്ങളിലാണ് സർഗവസന്തം നടന്നുവരുന്നത്. കോഴിക്കോടിനു പുറമെ തിരുവല്ല, തിരുവനന്തപുരം, തേക്കടി, ആലപ്പുഴ, കൊച്ചി എന്നിവിടങ്ങളിലും സർഗവസന്തം ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ജ്യോതിശാസ്ത്രം സത്യമാണെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സംഭവങ്ങൾ തെളിയിച്ചുവെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത്. ഗുരുവായൂരപ്പന്റെ കാണാതായ തിരുവാഭരണങ്ങൾ മണിക്കിണറിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും പരിശോധിച്ചാൽ കണ്ടെത്തുമെന്നും അക്കാലത്തു തന്നെ പ്രവചിച്ചിരുന്നു. കിണറിൽ നിന്നും 29 വർഷത്തിനു ശേഷം മാല കിട്ടിയതോടെ തങ്ങളുടെ പ്രവചനം സത്യമായെന്നും പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ പറഞ്ഞു.
ഭാരതീയ ജ്യോതിശാസ്ത്രം സത്യവും ധർമ്മശാസ്ത്രവുമാണെന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സംഭവങ്ങൾ തെളിയിക്കുകയാണെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ പറഞ്ഞു. 1985 ഗുരുവായൂരപ്പന്റെ സ്വർണ്ണമാലകൾ നഷ്ടപ്പെട്ടതിന്റെ സത്യാവസ്ഥകൾ അറിയാൻ നടത്തിയ സ്വർണ്ണ പ്രശ്നത്തിൽ താൻ ഉൾപ്പെടുന്നവർ മാലകൾ മണിക്കിണറിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഡയറക്ടർ ബോർഡിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. തന്ത്രിയും അന്നത്തെ PT മോഹനകൃഷ്ണൻ ചെയർമാനും. 11ഓളം ദിവസം നീണ്ടുനിന്ന അന്നത്തെ ജ്യോതിശാസ്ത്ര നിരൂപണത്തിൽ പങ്കെടുത്ത പണ്ഡിതരെ ഗുരുവായൂർ ഭരണസമിതി മരണാനന്തര ബഹുമതി കൊടുത്ത് ആദരിക്കണമെന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ആവശ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ പേരിൽ കേരളത്തിലെ പൊതുവിതരണം നശിപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് പൗരസമാജം കേരളയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണ സോഷ്യലിസ്റ്റ് നേതാവ് അഡ്വക്കേറ്റ് MK പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 42% പേർക്ക് മാത്രമേ ഭക്ഷ്യസുരക്ഷാ ബിൽ നടപ്പിലാക്കുമ്പോൾ ഗുണം ലഭിക്കുകയുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആശങ്കാജനകമാണ്. 1964 ഭക്ഷ്യക്കമ്മി സംസ്ഥാനമായ കേരളത്തിന്റെ പ്രത്യേക പരിതസ്ഥിതി കണക്കിലെടുത്താണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പിന്നീട് ഇന്ദിരാഗാന്ധിയും പ്രത്യേക താൽപര്യത്തിൽ കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം നടപ്പിലാക്കിയത്. ഇന്ന് കേരളത്തിന്റെ 85% ജനങ്ങൾക്ക് കനത്ത പ്രഹരമായിരിക്കും. അതിനാൽ ഭക്ഷ്യക്കമ്മി സംസ്ഥാനമായ കേരളത്തിന് ഭക്ഷ്യസുരക്ഷാ ബിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശത്തും നൽകുന്ന പ്രത്യേക പരിഗണന നൽകുവാൻ നടപടിയുണ്ടാക്കണമെന്ന് പൗരസമാജം കേരള ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ പേരിൽ കേരളത്തിലെ പൊതുവിതരണം നശിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഇവരുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് പടിക്കൽ കൂട്ട ധർണയും സംഘടിപ്പിച്ചു. സോഷ്യലിസ്റ്റ് നേതാവ് അഡ്വക്കേറ്റ് പ്രേംനാഥ് ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. പൗരസമാജം കേരള സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. TK അസീസ്, മോയിൻ ബാപ്പു, KA ലൈല, N സുഗീഷ് ബാബു, CV ബാലചന്ദ്രൻ, റുക്സാന PT, തോട്ടുങ്ങൽ ചെറിയാൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരിയില്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതിതൻ നദികളിതിലെ സുജലാം സുഫലാം ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. മാധ്യമരംഗത്ത് മത്സരം വരുമ്പോൾ കാത്തുസൂക്ഷിക്കേണ്ട അനിവാര്യമായ മൂലധനമാണ് വിശ്വാസ്യതയെന്ന് PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി വിശ്വാസ തകർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ത്രിദിന യുവ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്രപ്രവർത്തകന്റെയും പത്രസ്ഥാപനത്തിന്റെയും എക്കാലത്തെയും മൂലധനം വിശ്വാസ്യതയാണെന്നും അത് കാത്തുസൂക്ഷിക്കുവാൻ യുവതലമുറയിലെ മാധ്യമപ്രവർത്തകർ തയ്യാറാവണമെന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് ആരംഭിച്ച ത്രിദിന യുവ മാധ്യമ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമരംഗത്ത് മത്സരം വരുമ്പോൾ കാത്തുസൂക്ഷിക്കേണ്ട അനിവാര്യമായ മൂലധനമാണ് വിശ്വാസ്യത. ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി വിശ്വാസ തകർച്ചയാണെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ പറഞ്ഞു. കാരണം പത്രപ്രവർത്തകന്റെയും മാധ്യമങ്ങളുടെയും എക്കാലത്തെയും എന്നത്തെയും മൂലധനം വിശ്വാസ്യതയാണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ
ഏത് മഹാരാജാവ് എന്ത് ചെയ്തു കഴിഞ്ഞാലും നഗര ഗ്രാമ ചത്തുരങ്ങളിൽ ഒന്നിച്ചുകൂടി ഉച്ചത്തിൽ രാജാവിനെതിരെ പ്രതികരിക്കാനുള്ള നമ്മുടെ അവകാശം നഷ്ടപ്പെട്ടു പോകും. ആ അവകാശം കാത്തു സൂക്ഷിക്കാൻ ചെറുപ്പക്കാരായ മാധ്യമപ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സാമൂഹിക പുരോഗതിയിൽ മാധ്യമങ്ങൾക്കുള്ള സ്വാധീനം, മാധ്യമരംഗത്തെ നൂതന പ്രവണതകൾ തുടങ്ങിയവ സംബന്ധിച്ച് യുവ മാധ്യമ പ്രവർത്തകർക്കിടയിൽ അവബോധമുണ്ടാക്കുകയാണ് ശില്പശാലയുടെ ലക്ഷ്യം. കേരള യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ PS പ്രശാന്ത് അധ്യക്ഷം വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ കമാൽ വരദൂർ, ടൈംസ് ഓഫ് ഇന്ത്യ ഡൽഹി റിസർച്ച് ഹെഡ് ജോസി ജോസഫ്, TT ഇസ്മായിൽ, ഖാദർ പാലാഴി, CK സുബേർ, CR മഹേഷ് എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളിൽ മാധ്യമരംഗത്തെ പ്രമുഖർ വിഷയങ്ങൾ അവതരിപ്പിക്കും. എരഞ്ഞിപ്പാലം ശാസ്ത്രിനഗർ കോളനിക്ക് സമീപം നടക്കുന്ന മൊബൈൽ ടവറിന്റെ നിർമ്മാണം ശാസ്ത്രിനഗർ കോളനി നിവാസികൾ തടഞ്ഞു. എരഞ്ഞിപ്പാലം മിനി ബൈപ്പാസിലെ വെസ്റ്റേൺ അപ്പാർട്ട്മെന്റിന് മുകളിൽ റിലയൻസ് സ്ഥാപിക്കുന്ന ടവറാണ് നാട്ടുകാർ തടഞ്ഞത്. തിങ്കളാഴ്ച രാവിലെയാണ് ടവർ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ശാസ്ത്രിനഗർ കോളനി നിവാസികൾ തടഞ്ഞത്. എരഞ്ഞിപ്പാലം മിനി ബൈപ്പാസ് റോഡിൽ ശാസ്ത്രിനഗർ കോളനിക്ക് സമീപമുള്ള വെസ്റ്റേൺ അപ്പാർട്ട്മെന്റിന് മുകളിൽ റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡാണ് മൊബൈൽ ടവർ നിർമ്മിക്കുവാനുള്ള സാമഗ്രികളുമായി എത്തിയത്. ടവർ നിർമ്മാണ ജോലികൾ ആരംഭിച്ചതോടുകൂടി ശാസ്ത്രിനഗർ വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾ തടയുകയും സ്ഥിതിഗതികൾ വഷളാവുകയും ചെയ്തു. തുടർന്ന് നടക്കാവ് പോലീസ് സ്ഥലത്തെത്തി. ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇവിടെ ടവർ സ്ഥാപിക്കുന്നതെന്ന് റിലയൻസ് ഉദ്യോഗസ്ഥർ പോലീസിനോട് വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ടവർ നിർമ്മാണം നിയമപരമായി തടയുവാൻ സാധ്യമാകാത്തതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ടവർ നിർമ്മാണം സ്റ്റേ ചെയ്യിക്കുന്നതിനായി കോടതിയിൽ റിട്ട് ഫയൽ നൽകുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. കൂടാതെ ജില്ലാ ടെലികോം അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് റിലയൻസ് ഈ ടവർ നിർമ്മാണത്തിന് അനുമതി സമ്പാദിച്ചതെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. ആക്ഷൻ കൗൺസിൽ കൺവീനറായി കൃഷ്ണദാസ്, ജോയിന്റ് കൺവീനർ ബിജുരാജ്, വൈസ് ചെയർമാൻ പ്രജിലേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ജല അതോറിറ്റിക്ക് കീഴിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി യൂണിറ്റിന്റെ സഹായത്തോടെ ബേപ്പൂർ സോഷ്യൽ മൂവ്മെന്റ് മേഖലയിൽ ജലപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പല കിണറുകളിലും കോളിഫോം അളവ് കൂടുതലായി പരിശോധനയിൽ കണ്ടെത്തി. വെള്ളത്തിൽ മാലിന്യത്തിന്റെ അംശമുണ്ടോയെന്ന് സ്ഥിരീകരിക്കാൻ ബേപ്പൂർ സോഷ്യൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ജലപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജല അതോറിറ്റിക്ക് കീഴിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റിന്റെ സഹായത്തോടെ ബേപ്പൂരിലെ 212 വീടുകളിലെ വെള്ളം പരിശോധിച്ചതിൽ 40 എണ്ണത്തിൽ കോളിഫോമിന്റെ അളവ് കൂടുതലാണെന്നും കണ്ടെത്തി. ഇവരോട് വെള്ളം ശുദ്ധീകരിച്ചും തിളപ്പിച്ചും മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. വെള്ളത്തിലെ ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, pH, അയൺ, നൈട്രേറ്റ്, കോളിഫോം സാന്നിധ്യമാണ് പരിശോധിച്ചത്. കോളിഫോമുള്ള കുറേ വെള്ളങ്ങൾ നമ്മൾ പരിശോധിച്ചതിൽ കിട്ടിയിട്ടുണ്ട്. കോളിഫോമാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. കുടിവെള്ളത്തിൽ ഏറ്റവും ഡേഞ്ചറസ് കോളിഫോമാണ്. സക്സസിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആണ് പ്രധാനമായിട്ടും കോളിഫോം ബാക്ടീരിയയെ കണ്ടെത്തുന്നത്. അതുപോലെ മൃഗങ്ങളുടെ കുടലിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ, ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് കോളിഫോം കൂടുതലായിട്ട് വരുന്നത്. അതിന് പ്രതിവിധിയായിട്ടുള്ളത് ഈ കോളിഫോം ഉള്ള വെള്ളങ്ങൾ തിളച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക. അത് ആറിയതിൻ്റെ ശേഷം കുടിക്കുക. അതിനകത്ത് വീണ്ടും പച്ചവെള്ളം ഒഴിക്കാതെ ആ വെള്ളം ആറിയതിന് ശേഷം കുടിക്കുക. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അടുത്ത ഘട്ടത്തിൽ ഇതിനെപ്പറ്റി ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതിനെപ്പറ്റി കേരള തലങ്ങളിൽ ഇതിനെപ്പറ്റി ഉന്നയിച്ചിട്ട് ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹം ചെയ്യുന്ന അടുത്ത പരിപാടി അതായിരിക്കും. PS ജയപ്രകാശ്, M സമീറ, K വിജയ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനാ ക്യാമ്പ് കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ T രജനി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് P സജിത് അധ്യക്ഷം വഹിച്ചു. TK ഗഫൂർ, MK ഹംസക്കോയ, M മുഹമ്മദ് കോയ, P സുഭാഷ്, T ഹബീബ് ഷാ, M സിദ്ദിഖ്, VE ഇസ്മായിൽ, അബ്ദുൽ സലാം, V റഷീദ്, MK നിയാസ്, MK നൌഷാദ് എന്നിവർ സംസാരിച്ചു. ക്ലാസ്മേറ്റ്സ് 93 കലാസാംസ്കാരിക വേദി ബേപ്പൂർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളുമായി 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കരാട്ടെ പ്രദർശനം, ആദരിക്കൽ ചടങ്ങ്, സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു. കൗൺസിലർ P ജലജ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ലാസ്മേറ്റ്സ് 93 കലാസാംസ്കാരിക വേദിയുടെ 2ാം വാർഷികാഘോഷ പരിപാടികൾ ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചിത്രരചന മത്സരത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് MS ബാബുരാജ് അനുസ്മരണ ഗാനാലാപന മത്സരം നടന്നു. ക്ലാസ്മേറ്റ്സ് 93 കലാസാംസ്കാരിക വേദിയുടെ കരോക്കെ ഗാനമേള, സാംസ്കാരിക സമ്മേളനം, നൃത്തനൃത്യങ്ങൾ, ആദരിക്കൽ, കരാട്ടെ പ്രദർശനം എന്നിവയുമുണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനം കൗൺസിലർ P ജലജ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ്സിലെ ഓരോ കുട്ടിയെയും അതിലെ ഓരോരുത്തരെയും വളരെ ഹൃദയം നിറഞ്ഞ എന്റെ ആശംസകൾ അവരെ അറിയിക്കുകയാണ്. നിങ്ങളോടൊപ്പം കൗൺസിലറായിട്ടെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ടും എനിക്ക് ചെയർമാൻ KK പ്രമോദ് കുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സുധീഷ്, എക്സിക്യൂട്ടീവ് മെമ്പർ കിഷോർ കുമാർ,
ടി ഉണ്ണികൃഷ്ണൻ, മുരളി ബേപ്പൂർ, കരിവള്ളി ശശിധരൻ, പി സ്വരൂപ് രാജ് എന്നിവർ സംസാരിച്ചു. മുൻ ADM KP രമാദേവി വിശിഷ്ടാതിഥിയെ പങ്കെടുത്തു. കലാ, കായിക, സാംസ്കാരിക, ജീവകാരുണ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളായ ശിവരാമൻ മാരാത്ത്, KK ബാലകൃഷ്ണൻ, MP പത്മനാഭൻ, ഡോക്ടർ VP ശശിധരൻ, പ്രകാശ് പയ്യാനക്കൽ, അശോകൻ ആലപ്രത്ത്, സുധീർ കടലുണ്ടി, ദീദി ദാമോദർ, മനോജ് മഹാദേവൻ, ബിന്ദു മനോജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങളിലേക്ക്. കുടുംബ കൂട്ടായ്മകൾക്കപ്പുറം പ്രദേശത്തിന്റെ വികസനത്തിനും ഉന്നമനത്തിനുമായുള്ള സംഘടിത ശക്തിയാവുകയാണ് റെസിഡൻസ് അസോസിയേഷനുകൾ. രൂപീകരിച്ച് അടങ്ങിയിരിക്കുന്നതിനപ്പുറം വാർഷികങ്ങളും പല പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മകൾ. സഹിതം റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികാഘോഷ പരിപാടിയും കുടുംബസംഗമവും ചുങ്കം പോലീസ് ക്വാർട്ടേഴ്സ് ചാലിപ്പാടം പരിസരത്ത് നടന്നു. വാർഷികാഘോഷ പരിപാടികൾ ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് IPS മുഖ്യാതിഥിയായി പങ്കെടുത്തു. 85 വയസ്സിന് മുകളിലുള്ള മെമ്പർമാരെ ചടങ്ങിൽ ആദരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഉപഹാരം നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി. രത്നാകരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. മോഹൻദാസ്, വാർഡംഗം MK യമുന, V സുനിൽകുമാർ, സലീം, VK ഷമീർ, K വിജയൻ, M വിജയൻ, M ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ബേപ്പൂർ പരിവർത്തന റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. P ദാസൻ അധ്യക്ഷനായ പരിപാടി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൻപുറത്തിന്റെ നന്മ എന്നൊക്കെ നമ്മൾ ഒരുപാട് കവിതകളിൽ, കഥകളിൽ, നോവലുകളിൽ, സിനിമകളിലൊക്കെ കേട്ട് പരിചയിച്ച വാക്കാണ്. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, നാട്യപ്രധാനം, നഗരം, ദരിദ്രം എന്നൊക്കെ പഴയകാല കവിതകളിൽ ഞങ്ങൾ മുതിർന്ന ആളുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ കാലത്ത് അങ്ങനെ ഒരു ഗ്രാമാന്തരീക്ഷം നമ്മുടെ കവികളൊക്കെ പാടിപ്പുകഴ്ത്തിയ മട്ടിൽ സന്ധ്യാസമയത്തെ വിളക്ക് തെളിയിക്കുന്ന ഏകാന്തമായ ക്ഷേത്രങ്ങളും നാടൻ ഗ്രാമീണമായ വായനശാലകളും ഒത്തുചേരലുകളും ഒക്കെയുള്ള പഴയ മട്ടിലുള്ള ഗ്രാമീണ അന്തരീക്ഷം ഇന്ന് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയാനായിട്ടുള്ള സംശയമുണ്ട്. T ചന്ദ്രസേനൻ, കൌൺസിലർ P ജലജ, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ സാലി മേച്ചേരി, ആലിയക്കോട്ട് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു. നടുവട്ടം നോർത്ത് ബേപ്പൂർ പുഞ്ചപ്പാടം റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികം അൽമനാർ സ്കൂളിൽ വെച്ച് നടന്നു. MK രാഘവൻ MP വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രദേശത്തിന്റെ ഐക്യം ഉയർത്താൻ സാധിക്കുന്ന, ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഏക സംഘടന, ഏക പ്രസ്ഥാനം റെസിഡൻസ് അസോസിയേഷൻ മാത്രമാണ് വിശ്വസിക്കുന്ന ആളാണ്. അസോസിയേഷൻ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു. SV സലീം, P ഭാവ മാസ്റ്റർ, കൌൺസിലർ PV ഹൈദരലി, KC ബാബു, P മാധവദാസ്, രവീന്ദ്രൻ, വനജ കൃഷ്ണദാസ്, P രാമൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കരോക്കെ ഗാനമേളയും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും അരങ്ങേറി. സ്നേഹ അംഗനവാടിയും BTR റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. BTR കോളനി പരിസരത്ത് നടന്ന പരിപാടി മാറാട് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. P അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. P ഷീജ, കൌൺസിലർ P ദേവരാജൻ, M വിനയദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗനവാടി കുട്ടികളുടെയും അമ്മമാരുടെയും കൗമാരപ്രായക്കാരുടെയും കലാ കായിക മത്സരങ്ങൾ അരങ്ങേറി.
ചെറുവണ്ണൂർ ശ്രേയസ് കമാനപ്പാലം റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികാഘോഷം ജയരാജൻ റെസിഡൻസ് പരിസരത്ത് നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മൊയ്തീൻ കോയ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും കിട്ടാവുന്ന റോഡുകളൊക്കെ ടാർ ചെയ്ത് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു റോഡായി നിങ്ങൾ ആവശ്യപ്പെട്ട റോഡ് കൂടി ഉൾപ്പെടും. അതിന് 12 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ടെൻഡർ ചെയ്ത് ആ റോഡിന്റെ പ്രവൃത്തി നമുക്ക് നടത്താൻ സാധിക്കും. ശ്രേയസ് കമാനപ്പാലം പ്രസിഡന്റ് ചേരാൽ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സി മോഹനൻ, റഷീദ് പുതുക്കുടി, കെ വിനോദൻ, സിസ്റ്റർ ക്ലാര, സി ജയരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഗീത് കോഴിക്കോട് അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും ശ്രേയസ് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. ബിസിനസ് വാർത്തകൾ. പ്രമുഖ വജ്രാഭരണ നിർമ്മാതാക്കളായ ഡിബിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയമണ്ട് ബ്രാൻഡായ ഫോറെവർ മാർക്ക് ഇനി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലും ലഭ്യമാകും. അന്താരാഷ്ട്ര ബ്രാൻഡായ ഫോറെവർ മാർക്ക് മലബാർ ഗോൾഡിലൂടെയാണ് ആദ്യമായി കോഴിക്കോട്ടെത്തുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം കാവ്യ മാധവൻ ഫോറെവർ മാർക്കിന്റെ പുതിയ ഡയമണ്ട് ശേഖരം അവതരിപ്പിച്ചു. ഫോറെവർ മാർക്ക് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡിബീഴ്സിന്റെ ഡയമണ്ട് ശേഖരത്തിന്റെ പ്രദർശനവും മലബാർ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്ന് ഫോറെവർ മാർക്ക് ഇന്ത്യ പ്രസിഡന്റ് സച്ചിൻ ജെയിൻ പറഞ്ഞു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒ അഷർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല എന്നിവർ സംസാരിച്ചു. ലോകപ്രശസ്തമായ അന്താരാഷ്ട്ര ബ്രാൻഡുമായി യോജിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അഷർ പറഞ്ഞു. ഫോറെവർ മാർക്സ് ഇന്ത്യ റീജിയണൽ ഹെഡ് അമിത് പിഠാരി, അരുൺ രാമകൃഷ്ണൻ, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി വീരാൻകുട്ടി എന്നിവരും പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിനെ പ്രിസം പദ്ധതി നടപ്പാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിച്ച എ പ്രദീപ്കുമാർ MLAയും ഷബാന ഫൗണ്ടേഷൻ സാരഥികളായ ഫൈസലിനെയും ഷബാനയെയും സ്കൂൾ PTA ആദരിക്കുന്നു. ഏപ്രിൽ 29 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിദ്യാഭ്യാസപരമായി മറ്റ് രീതികളിലും സ്കൂളിനെ ഉന്നതിയിലെത്തിക്കാൻ പരിശ്രമിച്ച അധ്യാപകരായ KP അഷ്റഫിനെയും മുൻ PTA പ്രസിഡന്റ് TP ഉണ്ണികൃഷ്ണനെയും IIM-ലെ അധ്യാപകനായ സജി ഗോപിനാഥിനെയും അനുമോദിക്കുമെന്നും പ്രിൻസിപ്പൽ ബീന ഫിലിപ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അകാലത്തിൽ പൊലിഞ്ഞുപോയ റോസ്മേരിയുടെ സ്മരണാർത്ഥം കൊക്കാപ്പിള്ളിൽ കുടുംബയോഗം ഏർപ്പെടുത്തുന്ന പ്രഥമ റോസ്മേരി മെമ്മോറിയൽ അവാർഡിന് പ്രശസ്ത സ്പോർട്സ് താരമായ തരേസ് ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. 10,001 രൂപയും ഫലകവും അടങ്ങിയതാണ് അവാർഡ്. മെയ് 10 കോഴിക്കോട് പുല്ലുരാമ്പാറയിൽ നടക്കുന്ന കൊക്കാപ്പിള്ളിൽ കുടുംബയോഗത്തിൽ വെച്ച് താമരശ്ശേരി രൂപത വികാരി ജനറൽ മോണർ മാത്യു മാവേലിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് സണ്ണി കൊക്കാപ്പിള്ളി, സ്റ്റാൻലി ജോസഫ് എന്നിവർ പറഞ്ഞു. തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ തകർത്തു കളയുന്ന ടെക്സ്റ്റൈൽ ഷോപ്പിലെ നീണ്ട നിൽക്കലിനെതിരെ ഇരിക്കൽ സമരം നടത്തുന്നു. ഇരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി മെയ് 1 മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ് അസംഘടിത മേഖലാ തൊഴിലാളി യൂണിയൻ. മിഠായി തെരുവിലാണ് ഇരിക്കൽ സമരം. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തൊഴിലാളികൾക്കൊപ്പം ഇരിക്കൽ സമരത്തിൽ പങ്കെടുക്കുമെന്നും AMTU ഭാരവാഹികൾ പറഞ്ഞു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2013-14 വർഷത്തെ SSLC പരീക്ഷയിൽ അശ്വതി M, C സുകന്യ എന്നിവർ എല്ലാ വിഷയത്തിലും A+ നേടി. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ 34ാം സംസ്ഥാന സമ്മേളനം മെയ് 10-11 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന സംസ്കൃത പ്രഭാഷണ ശിബിരങ്ങളുടെ കേന്ദ്രീകൃത ഉദ്ഘാടനം ഏപ്രിൽ 30 ശിക്ഷക് സദനിൽ നടക്കും. മെയ് 8 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്ര നടക്കും. മെയ് 10 വൈകുന്നേരം 4 മണിക്ക് സംസ്കൃത സംഗമത്തിന് തിരിതെളിയും. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 250 പ്രതിനിധികൾ പങ്കെടുക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് സ്ത്രീ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക എന്നതാണെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ. കുടുംബശ്രീ ME എക്സ്പോ തുടങ്ങി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിലനിർത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം. മുഖ്യമന്ത്രിയുടെ മദ്യനയ പ്രഖ്യാപനം വാക്കുകളിൽ ഒതുങ്ങരുതെന്ന് MES യൂത്ത് വിംഗ്. 418 ബാറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പുതിയവ തുടങ്ങുന്നതിനുമെതിരെ സമരം ശക്തമാക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ.